ശ്രീത് പണിക്കർ, ഇനിയിപ്പോൾ എന്താണ്, ഇപ്പോൾ ഇന്ന് ഈ ദിവസം കഴിയുന്നു, ശനി ഞായർ തിങ്കളാഴ്ച രാവിലെ ഈ സമയമാകുമ്പോൾ എല്ലാം ഓക്കെ ആവും. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ശ്രീത്ത് RSS BJP-യുടെ യഥാർത്ഥ മനസാക്ഷി ആഗ്രഹം UDF തോൽക്കുക എന്നതായിരുന്നു. റാൻഡമായി RSS മനസ്സോട് ചോദിച്ചു നോക്കുക, അവർ പറയുക LDF ജയിക്കുമെന്നാണ്. രണ്ടാമത് SDPI വോട്ട് LDF എന്ന സന്ദേശം കൊടുക്കുക മാത്രമായിരുന്നില്ല, അതൊരു പ്രസ്റ്റീജിയസ് ഇഷ്യൂ ഏറ്റെടുക്കുകയും CPM കേഡർ എങ്ങനെ പ്രവർത്തിച്ചോ അങ്ങനെ തന്നെ വീട് കയറി ക്യാമ്പയിൻ അടക്കം വലിയ CPM-ന് വേണ്ടി SDPI പണിയെടുത്ത തെരഞ്ഞെടുപ്പാണ്. അവർക്ക് കേഡർ വോട്ടും ഇനി സ്വാധീനിക്കാൻ കഴിയുന്ന കുറച്ച് വോട്ടൊക്കെ ഉണ്ടെങ്കിൽ ആ വോട്ട് ഷിഫ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഈ RSS SDPI വോട്ട് ഷിഫ്റ്റുകൾ അത് ഈ എക്സിറ്റ് പോളുകളിൽ പ്രകടമാവാനിടയുണ്ടോ ശ്രീത്? അങ്ങനെ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല ശ്രീ ഹാഷ്മി. കാരണം നേരത്തെ ശ്രീ ജയരാജ് പറഞ്ഞ ഒരു കാര്യത്തിലൂടെ ഞാൻ ഭാഗികമായിട്ട് യോജിക്കുകയാണ്. കാരണം ഇതിൽ ഒരു തെരഞ്ഞെടുപ്പിൽ നിർണായകമായേക്കാവുന്ന എല്ലാ തരത്തിലുള്ള വോട്ടർ സെഗ്മെന്റുകളെയും ഈ എക്സിറ്റ് പോൾ ഏജൻസികളെല്ലാം തന്നെ സമീപിച്ചിരിക്കാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഈ എക്സിറ്റ് പോൾ ഫലം എന്ന് പറയുന്നത് ഒരു ശാസ്ത്രമായിട്ട് അതിനെ കാണേണ്ടതില്ല. അതുകൊണ്ട് ശാസ്ത്രമാണെങ്കിൽ എല്ലാവരും പറയുന്ന ഒരുപോലെ ഇരിക്കണം, പക്ഷെ അത് ശാസ്ത്രമല്ല, ഒരു ട്രെൻഡ് മാത്രമാണ് അത് തരുന്നത്. പക്ഷെ അതിനൊരു മെത്തേഡ് ഉണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. നമുക്ക് ഇതേപോലെ തന്നെ വേണമെങ്കിൽ പറയാം, ഒരു ആന്റി ഇൻകംബൻസി എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് പ്രതിഫലിക്കണമെന്നുണ്ട് എങ്കിൽ വലിയൊരു വിഭാഗം, പ്രത്യേകിച്ച് കേരളത്തിലെ പോപ്പുലേഷൻ കൂടി പരിഗണിച്ചാൽ വലിയൊരു വിഭാഗം വീട്ടമ്മമാരുടെ, സ്ത്രീകളുടെ അഭിപ്രായം പരിഗണിക്കണം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം നമ്മുടെ നാട്ടിൽ ഒരു ഫാമിലി ബജറ്റ് പ്ലാൻ ചെയ്യുന്നതിന്റെ ബുദ്ധിമുട്ട്, കഷ്ടപ്പാട് ഒക്കെ തന്നെ കൃത്യമായിട്ട് അറിയാൻ കഴിയുന്നത് കൂടുതൽ സ്ത്രീകൾക്കാണ്. പുറമേ പോലും പല വിഷയങ്ങളിലും കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ അഭിപ്രായം, അതിലൊക്കെ തന്നെ ഉചിതമായിട്ടുള്ള തീരുമാനം എടുക്കുന്നത് സാധാരണ സ്ത്രീകളാണ്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് പറയാം, സ്ത്രീകൾ വളരെ കൃത്യമായിട്ട് അവരെ ആ ഒരു ക്രോസ് സെക്ഷനെ കൃത്യമായ രീതിയിലൊക്കെ അഡ്രസ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. ഞാൻ പറയുന്നത് അതുകൊണ്ട് അതിന്റെ നമ്പറുകളുടെ ആക്യുറസിയിലേക്ക് പോകുന്നതിന് പകരം അതിനൊരു മെത്തേഡ് ഉണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് നമ്മളിങ്ങനെ പിൻ പോയിന്റ് ചെയ്ത് ഓരോ പോയിന്റ് എടുത്തിട്ട് അതിനെ നമ്മളിങ്ങനെ ചോദ്യം ചെയ്യേണ്ടതിന്റെ കാര്യമില്ല. അതാണ് എനിക്ക് ശ്രീ ജയരാജ് വിശദീകരിക്കുന്നത് കേട്ടപ്പോൾ തോന്നിയത്. ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം താങ്കൾ ശരിയായി ഇവിടെ സൂചിപ്പിച്ചതുപോലെ BJP-യെ സംബന്ധിച്ചിടത്തോളം അവരുടെ താല്പര്യം എന്ന് പറയുന്നത് CPM തുടരുക എന്നുള്ളതാണ്. കാരണം അവരുടെ ദേശീയ പൊളിറ്റിക്കൽ ഐഡിയോളജി എന്ന് പറയുന്നത് തന്നെ കോൺഗ്രസ് മുക്ത ഭാരതം എന്നാണ്. അപ്പൊ അതുകൊണ്ട് രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ ലോക്സഭാ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു സംസ്ഥാനത്തിൽ കൂടി കോൺഗ്രസിന്റെ ഭരണം വരിക എന്നുള്ളത് അവരുടെ താല്പര്യത്തിന് പുറത്തുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ CPM തുടരുന്നതിൽ അവർക്ക് വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷെ സത്യത്തിൽ കേരളത്തിൽ BJP വളരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നിലം എന്ന് പറയുന്നത് CPM-ന്റെ ഒരു അപജയമാണ് എന്നതിനെക്കുറിച്ച് അവർ മനസ്സിലാക്കുന്നുമില്ല. കാരണം ലാർജസ്റ്റ് ഹിന്ദു പാർട്ടി എന്ന് പറയുന്നത് ഓൺ പേപ്പർ ആണെങ്കിലും ഇൻ പ്രാക്ടീസ് ആണെങ്കിലും അത് CPM തന്നെയാണ് ഇവിടെ. പക്ഷെ എന്തുകൊണ്ടോ CPM-ന്റെ കോർ വോട്ടർ ബേസ് ആയിട്ടുള്ള ഈഴവ വോട്ടുകളെ സ്പ്ലിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അവരുടെ ശ്രമം കാര്യമായിട്ട് വിജയിച്ചിട്ടില്ല. ഇപ്പൊ BDJs ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നതിന്റെ ഒരു അടിസ്ഥാനം അതായിരുന്നുവെങ്കിൽ അതിനുദ്ദേശിച്ച ഫലം കിട്ടിയിട്ടില്ല. തന്നെയുമല്ല, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 20% അടുത്തേക്ക് അവർക്ക് വോട്ടിംഗ് പെർസെന്റേജ് പോയപ്പോൾ CPM തന്നെ ആഭ്യന്തരമായിട്ട് വിലയിരുത്തിയത്, അവരുടെ സംസ്ഥാന സമ്മേളനങ്ങളിലൊക്കെ തന്നെ അവർ വിലയിരുത്തിയത് തന്നെ ഈഴവ വോട്ടുകളുടെ ഒരു ഇറോഷൻ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്, അത് കൂടുതൽ BJP-യിലേക്ക് പോകുന്നുണ്ട് എന്നാണ്. പക്ഷെ അതിനെ ടാപ്പ് ചെയ്യുന്നതിന്, ഫലപ്രദമായിട്ട് അതിനെ ഉപയോഗിക്കുന്നതിന് BJP കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനെ ഗുഡ് ബുക്സിൽ വെക്കുക എന്ന് പറഞ്ഞാൽ ഈഴവ വോട്ടുകളെല്ലാം തന്നെ കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എങ്കിൽ അതിനു വേണ്ടിയിട്ട് CPM-ഉം ശ്രമിച്ചിട്ടുണ്ട്, BJP-യും ശ്രമിച്ചിട്ടുണ്ട്. CPM അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ പലപ്പോഴും അദ്ദേഹം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെ പറഞ്ഞിരിക്കുന്ന പ്രസ്താവനകളെയൊക്കെ തന്നെ കേട്ടില്ല എന്ന് നടിച്ചിരിക്കുന്നത് നമ്മൾ പലപ്പോഴും കണ്ടതാണ്. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ വേദിയിൽ മുഖ്യമന്ത്രി എങ്ങനെയാണ് എല്ലാ പ്രോട്ടോകോളുകളും മറന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ വാഹനത്തിൽ കൊണ്ടുപോയതെന്ന് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അദ്ദേഹം ശ്രീനാരായണ ഗുരുദേവന്റെ ജീവിതത്തിലുള്ള എല്ലാ നിഷ്ഠകളും സ്വന്തം ജീവിതത്തിലേക്ക് പകർത്തിയിരിക്കുന്ന ആൾരൂപമാണ് എന്ന രീതിയിലത്തേക്കൊക്കെയുള്ള സാമാന്യ യുക്തിക്ക് നിരക്കാത്ത തരത്തിലുള്ള പല പ്രസ്താവനകളും മുഖ്യമന്ത്രി അടക്കമുള്ള ആൾക്കാരുടെ ഭാഗത്തു നിന്ന് വന്നതെല്ലാം തന്നെ ആ ഒരു വോട്ട് ബാങ്കിനെ ലക്ഷ്യമിട്ടിട്ടാണ്. അതേപോലെ തന്നെ BJP ചെയ്തിരിക്കുന്ന എന്താണ്, ആ ഒരു വോട്ട് ബാങ്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം ഒരുപക്ഷെ വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ കൊടുക്കുന്നു. മമ്മൂട്ടിക്ക് എല്ലാവരും വളരെ ദീർഘകാലം ചർച്ച ചെയ്തിരുന്നതാണ് മമ്മൂട്ടിക്ക് അർഹതപ്പെട്ട പത്മഭൂഷൺ കിട്ടുന്നില്ല എന്ന്. അവസാനം മമ്മൂട്ടിക്ക് കിട്ടിയപ്പോൾ അത് ചർച്ച ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കോൺട്രവേഴ്സി ഉണ്ടാക്കിയത് അല്ലെങ്കിൽ കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് വെള്ളാപ്പള്ളി നടേശന്റെ പത്മഭൂഷണാണ് എന്നുള്ള ഇതും നമ്മൾ കണ്ടതാണ്. ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള ഒരു ക്രോസ് സെക്ഷന്റെ താല്പര്യത്തിനെ അത് പ്രതിഫലിപ്പിക്കുന്ന രീതിയിലേക്കുള്ള ഒരു വോട്ടിംഗ് നടന്നിട്ടുണ്ടോ, അത് എക്സിറ്റ് പോളിൽ റിഫ്ലക്ട് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ BJP-ക്ക് അപ്പോഴും ഒരു പിടിവള്ളി കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് BJP-ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കുന്ന 2 സീറ്റുകളും തിരുവനന്തപുരത്താണ്. അതിലൊന്ന് നേമവും മറ്റൊന്ന് കഴക്കൂട്ടവുമാണ്. ഈ 2 സീറ്റുകൾ അവർ ജയിക്കുകയാണെങ്കിൽ അവർ പരാജയപ്പെടുത്തേണ്ടി വരുന്നത് CPM-ന്റെ സ്ഥാനാർത്ഥികളെയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവര് കോൺഗ്രസ് ഇല്ലാതെയാകണം എന്ന രീതിയിലത്തേക്കുള്ള ഒരു താല്പര്യമല്ല, നേരിട്ട് മുഖാമുഖം നിന്ന് CPM-ന്റെ കരുത്തരായിട്ടുള്ള സ്ഥാനാർത്ഥികളെയാണ് പരാജയപ്പെടുത്തിയത് എന്ന് പറയാനുള്ള
രക്ഷപ്പെടാനുള്ള ഒരു എളുപ്പ വഴി, അതായത് ഞാൻ പറഞ്ഞത് ഒരു പിടിവള്ളി അവർക്ക് അവിടെ അപ്പോഴും ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് അറിയാം. പിന്നെ വോട്ടിംഗ് ശതമാനം കൂടുമോ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നതിന്റെ രീതിയിലത്തേക്ക് വരുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള സാധ്യതയും ഞാൻ കാണുന്നില്ല എന്ന് പറയുന്നതിന്റെ കാരണം BJPയുടെ സ്ഥാനാർത്ഥികൾ മോശമായതുകൊണ്ടോ BJPക്ക് ഉദ്ദേശിച്ച വോട്ട് പിടിക്കാൻ കഴിയാത്തത് കൊണ്ടോ അല്ല. പക്ഷേ വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഫൈറ്റാണ് ലോക്സഭയിൽ ഉണ്ടായിരുന്നത്. അവിടെ BJP വേഴ്സസ് INDIA എന്നാണ്. അവിടെ CPMന് വലിയ പ്രാധാന്യം കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളായിട്ട് നാട്ടുകാർ കൊടുക്കുന്നില്ല. അതുകൊണ്ട് ആ വോട്ടുകളെല്ലാം തന്നെ BJP വിരുദ്ധ വോട്ടുകളും BJP അനുകൂല വോട്ടുകളും എന്ന രീതിയിലത്തേക്ക് മാറിയിട്ടുമുണ്ട്. ആ ഒരു ട്രെൻഡിന്റെ ഭാഗമായിട്ട് ഈ 19-20% വന്നു എന്നതുപോലെ ഇപ്പോൾ വരണമെന്നില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇത്തവണ BJP അധികാരത്തിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ഒരു വോട്ടല്ല ആൾക്കാർ ചെയ്തിരിക്കുന്നത്. ഒന്നുകിൽ CPM തുടരണം, അല്ലെങ്കിൽ CPM മാറണം എന്നതാണ് വോട്ടറുടെ പരിഗണന. അങ്ങനെ നോക്കുന്ന ഒരു വോട്ടറെ സംബന്ധിച്ചിടത്തോളം CPM തുടരണ്ട എന്നാണ് അവരുടെ തീരുമാനമെങ്കിൽ BJPക്ക് വലിയ ജയസാധ്യതയുള്ള 1-2 മണ്ഡലങ്ങൾ, അല്ലെങ്കിൽ വേണമെങ്കിൽ ഒരു 3-4-5 മണ്ഡലങ്ങൾ അതിനപ്പുറത്തേക്ക് അവർ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നതിനുള്ള സാധ്യതയാണുള്ളത്. അതൊരു തരംഗമായി വരുമോ, ട്രെൻഡായി വരുമോ എന്ന് ചോദിച്ചാൽ ഇപ്പൊ ഈ ചർച്ചയിൽ തന്നെ പലതരത്തിലുള്ള അഭിപ്രായം വന്നു. പക്ഷെ ഞാനത് കരുതുന്നത് 60 സീറ്റിന് മുകളിൽ പിടിക്കാനായിട്ട് LDFന് അവിടെ സ്റ്റിൽ സാധിക്കുന്നുണ്ട് എങ്കിൽ അത് ഭരണവിരുദ്ധ വികാരമാണ് എന്ന രീതിയിലത്തേക്ക് പോലും നമുക്ക് പറയാൻ കഴിയില്ല എന്നാണ്. കാരണം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഈ മാർജിൻ എന്ന് പറയുന്നത് 20 സീറ്റുകളിൽ താഴെയായിരിക്കും. അപ്പോൾ കോൺഗ്രസ് നല്ല രീതിയിൽ പ്രകടനം നടത്തിയെന്നും UDF മൊത്തത്തിൽ മെച്ചപ്പെട്ട പ്രകടനമായിരുന്നു എന്ന് പറയുമ്പോഴും CPMന്റെ കോറായിട്ടുള്ള വോട്ട് അവിടെ നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ള ഒരു വിലയിരുത്തലിലേക്ക് തന്നെ വരേണ്ടി വരും. അപ്പോൾ ഒരു തരംഗം വേണമെന്നുണ്ടെങ്കിൽ 60-ൽ താഴെയുള്ള സീറ്റുകളിലേക്ക് CPM അല്ലെങ്കിൽ LDF മൊത്തത്തിൽ ഒതുങ്ങേണ്ടതാണ്. അങ്ങനെ ഉണ്ടാകുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. കാരണം കഴിഞ്ഞ എനിക്ക് തോന്നുന്നു 3 തെരഞ്ഞെടുപ്പുകളിലായിട്ട് CPMന് നഷ്ടപ്പെടാത്ത 50-ലേറെ മണ്ഡലങ്ങളുണ്ട്. കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ നമ്മൾ എല്ലാവരും പറഞ്ഞതാണ് CPMന് അല്ലെങ്കിൽ LDFന് കനത്ത തിരിച്ചടി എന്ന് പറയുമ്പോഴും അവർക്ക് കിട്ടിയിരിക്കുന്ന ജില്ലാ പഞ്ചായത്തുകളെ നമ്മൾ അസംബ്ലിയിലേക്ക് പ്രൊജക്ട് ചെയ്താൽ അപ്പോഴും 62 സീറ്റുകൾ അവർക്കുണ്ട്. അതൊരു ചെറിയ നമ്പറേ അല്ല, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു നമ്പറാണ്. കാരണം 9 സീറ്റുകളുടെ വ്യത്യാസം മാത്രമാണ് ആ സമയത്ത് കേവല ഭൂരിപക്ഷത്തിനുള്ളത്. അത് തന്നെ ആയിരിക്കും ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് CPMനുള്ള ഒരു ആത്മവിശ്വാസവും. ഇപ്പൊ പറയുന്ന പോൾ ഓഫ് പോൾസ് ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 62-63 സീറ്റ് വരെ ഒരു ആവറേജ് അവർക്ക് ഒരു അപ്പർ ലിമിറ്റ് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ശ്രീ ജയരാജ് അല്പം മുമ്പ് പ്രകടിപ്പിച്ച 30-നും 1-നും ഒക്കെ കോൺഗ്രസ് ആഘോഷിച്ചോളൂ, പക്ഷെ 4-ന് ഞങ്ങൾ പടക്കം പൊട്ടിക്കും, ഞങ്ങൾ മധുരം വിതരണം ചെയ്യുമെന്നൊക്കെ അദ്ദേഹം പറയുന്നത്. പക്ഷേ അദ്ദേഹം 4-ാം തീയതി പാർട്ടി മാറാൻ ഇടയാകാതിരിക്കട്ടെ എന്ന് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക മാത്രമേ നമുക്ക് ഈ ഒരു സമയത്ത് ഒരു സുഹൃത്ത രീതിയിൽ കഴിയുകയുള്ളൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.